നമുക്ക് അടുത്ത ടോപ്പിക് കാണാം. റെസൊണൻസ്. നമ്മൾ സീരീസ് ആർ എൽ സി സർക്യൂട്ടിനെ കുറിച്ച് പറഞ്ഞു. സീരീസ് ആർ എൽ സി സർക്യൂട്ട് എന്ന് പറയുമ്പോൾ 6 റെസിസ്റ്റർ, ഇൻഡക്റ്റർ ആൻഡ് കപ്പാസിറ്റർ കണക്റ്റഡ് ഇൻ സീരീസ് ടു എൻ എ സി സോഴ്സ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി എന്നൊരു സിഗ്നൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കറണ്ട് ഐ ഇസ് ഈക്വൽ ടു വി ബൈ സെഡ്. ഈ സെഡ് എന്നുള്ളത് ഈ റെസിസ്റ്ററിൻ്റെയും ഇൻഡക്റ്ററിൻ്റെയും കപ്പാസിറ്ററും കൂടി ഓഫർ ചെയ്യുന്ന എ സിയിൽ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനാണ് ഇംപിഡൻസ് എന്ന് പറയുന്നത്. ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടി റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ. ഓർ എക്സ് സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയറും ആവാം, ബിക്കോസ് സ്ക്വയർ എടുക്കുമ്പോൾ ഏതായാലും സെയിം തന്നെ വരും. ഞാൻ നേരത്തെ ചെയ്തതിൽ എക്സ് സി വലുതായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എക്സ് സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ എന്ന് എടുത്തു. സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് എൽ മൈനസ് എക്സ് സി ആയാലും ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഇംപിഡൻസ്. സെറ്റ് ഇസ് കോൾഡ് ഇംപിഡൻസ്. ഇനി നമുക്കിതിലൊരു പെർട്ടിക്കുലർ കണ്ടീഷൻ നോക്കാം. സപ്പോസ് എക്സ് എൽ ഇസ് ഈക്വൽ ടു എക്സ് സി. എക്സ് എൽ ഇസ് ഈക്വൽ ടു എക്സ് സി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി സെഡ്? സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ, രണ്ട് ഈക്വൽ ആയി കഴിഞ്ഞാൽ ദിസ് വിൽ ബി 0. സോ സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടും അല്ലേ? സോ ഈ റെസൊണൻസിൽ നമുക്ക് ഒരു കണ്ടീഷൻ കിട്ടി, സെഡ് ഇസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇഫക്റ്റീവ്ലി റെസിസ്റ്റൻസ് മാത്രമേ ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ. ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും ഇഫക്റ്റ് ഇവിടെ ഒന്നും വരുന്നില്ല. ഏതാ കണ്ടീഷൻ? എക്സ് എൽ ഇസ് ഈക്വൽ ടു എക്സ് സി. നമ്മൾ പറഞ്ഞു ഇവിടുത്തെ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്താ? ഐ ഇൻറ്റു ആർ ആണ്. ഇൻഡക്ടറിന് അക്രോസുള്ള വോൾട്ടേജ് ഐ ഇൻറ്റു എക്സ് എൽ ആണ്. കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് ഐ ഇൻറ്റു എക്സ് സി ആണ്. അപ്പോൾ ഈ വോൾട്ടേജും ഓപ്പോസിറ്റ് ആയി പോവും, ക്യാൻസലായി പോവും. അപ്പോൾ ഈ വോൾട്ടേജ് ഫുൾ റെസിസ്റ്ററിൽ അക്രോസ് ആണ് ഡ്രോപ്പ് ആയി പോകുന്നത് അക്കോർഡിംഗ് ടു കിർച്ചോഫ് ലോ. ഓർ സെഡ് എന്നുള്ളത് വെറും ആറാണ്. അപ്പോൾ എന്താണ് സെഡ്? ഇപ്പോൾ ഇവിടെ ഏറ്റവും ലോവസ്റ്റ് കണ്ടീഷനാണ്. 6 മാത്രമേ ഉള്ളൂ, ഇത് രണ്ടും ഒന്നുമില്ല. സോ ദിസ് ഈസ് ദ മിനിമം ഇംപിഡൻസ് കണ്ടീഷൻ. മിനിമം ഇംപിഡൻസ്. ഇനി ഈ സമയത്ത് കറണ്ട് എന്താവും നോക്കാം. അപ്പോൾ ഐ എന്താവും? സെഡ് ഈക്വൾ ടു ആർ ആയാൽ ഐ ഈക്വൾ ടു വി ബൈ സെഡ് എന്നുള്ളത്, സെഡ് ആറാണ്, അപ്പോൾ വി ബൈ ആറാണ്. ഈ ആറ് മാക്സിമം അല്ല, സെഡ് മിനിമം ആണെന്ന് പറഞ്ഞു. സെഡ് മിനിമം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം വാല്യൂ വന്നു കഴിഞ്ഞാൽ ഈ വി ബൈ ഡിനോമിനേറ്ററിൽ മിനിമം വന്നു കഴിഞ്ഞാൽ ഈ ഫാക്ടർ മാക്സിമം ആവും. ഓർ കറണ്ട് വിൽ ബി മാക്സിമം കറണ്ട് വരും. ഇങ്ങനെ വരുന്നൊരു സിറ്റുവേഷനെയാണ് റെസൊണൻറ്റ് കണ്ടീഷൻ. എക്സ് എൽ ഈക്വൽ ടു എക്സ് സി വന്നാലാണ് അത് വരിക. റെസൊണൻറ്റ് കണ്ടീഷൻ എപ്പോഴാണ്? കറണ്ട് മാക്സിമം ആവുന്ന കണ്ടീഷനെയാണ് റെസൊണൻറ്റ് കണ്ടീഷൻ ഒരു സർക്യൂട്ടിൽ പറയുന്നത്. കറണ്ട് മാക്സിമം ആവണമെങ്കിൽ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആവണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇംപിഡൻസ് മിനിമവും കറണ്ട് മാക്സിമവും ആവും. ഇത് ആക്ച്വലി യൂസ് ചെയ്യുന്നത്, ദിസ് ഇസ് യൂസ്ഡ് ഇൻ ട്യൂണിങ് സർക്യൂട്ട്സ്. നമ്മൾ റേഡിയോ ഒക്കെ ട്യൂൺ ചെയ്യില്ലേ? ട്യൂൺ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വൃത്തിയായിട്ട് നല്ല ഓഡിയോ ലെവലിൽ കൂടി കിട്ടുന്നൊരു കണ്ടീഷനാണ് ട്യൂണിങ് ലെവൽ. അപ്പോൾ അവിടെ കറണ്ട് ഏറ്റവും മാക്സിമമായിട്ട് കിട്ടുന്ന ആ കണ്ടീഷനാണ് റെസൊണൻറ്റ് കണ്ടീഷൻ. ആ പെർട്ടിക്കുലർ പോയിന്റിലാണ് നമുക്ക് ട്യൂണിങ് കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ അവിടെ എക്സ് എല്ലും എക്സ് സിയും ഈക്വൽ ആക്കണം. അവിടെ നമ്മളിങ്ങനെ പിടിച്ച് ട്യൂൺ ചെയ്യാന്ന് പറയുമ്പോൾ ഇതിനെ വേരി ചെയ്തിട്ട് എക്സ് എല്ലും എക്സ് സിയും എപ്പോൾ ഈക്വൽ ആവുന്നു ആ കണ്ടീഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ബൈ ട്യൂണിങ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? കറണ്ട് മാക്സിമം ആയിരിക്കും, ഇംപിഡൻസ് മിനിമം ആയിരിക്കും. അത് കിട്ടാൻ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി. അപ്പോൾ ഇതാണ് മെയിൻ കണ്ടീഷൻ. എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആവുമ്പോൾ ഇംപിഡൻസ് മിനിമം ആവും, കറണ്ട് മാക്സിമം ആവും. ഇനി ഈ സമയത്ത് നമുക്ക് എന്താ നോക്കാം. എക്സ് എൽ ഈക്വൽ ടു എക്സ് സി എന്ന് പറയുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. എക്സ് എല്ലിൻ്റെ ഇക്വേഷൻ എന്താ? എക്സ് എൽ ഇസ് ഒമേഗ ഇൻറ്റു എൽ എന്ന് നമ്മൾ പഠിച്ചു. എക്സ് സി ഇസ് ഒമേഗ ഇൻറ്റു സി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ പെർട്ടിക്കുലർ കിട്ടുന്ന കണ്ടീഷനിൽ ലെറ്റ് ഒമേഗ ഈക്വൽ ടു ഒമേഗ നോട്ട് ഓർ ഒമേഗ ആർ റെസൊണൻറ്റ് കണ്ടീഷനിൽ വരുന്ന ആംഗുലർ ഫ്രീക്വൻസി. അപ്പോൾ ഒമേഗ നോട്ട് ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു 1/ω0 ഇൻറ്റു സി.
ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ നോട്ട് സ്ക്വയർ എൽ ഇൻറ്റു സി ഇസ് ഈക്വൽ ടു 1 ഓർ ഒമേഗ നോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ബൈ എൽ സി ഓർ ഒമേഗ നോട്ട് ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് എൽ സി. സ്ക്വയർ റൂട്ട് എടുത്തു. അപ്പോൾ 1ന് സ്ക്വയർ റൂട്ട് 1 തന്നെയാണ്. അപ്പോൾ 1 ബൈ റൂട്ട് എൽ സി ആണ് ഒമേഗ നോട്ട്. ഈ ഒമേഗയുടെ ഇക്വേഷൻ എന്താ? വി നോ ഒമേഗ ഈസ് ഈക്വൽ ടു 2 പൈ എഫ്. അപ്പോൾ 2 പൈ എഫ് നോട്ട് ഇസ് ഈക്വൽ ടു, ഈ ഒമേഗയ്ക്ക് പകരം 2 പൈ എഫ് നോട്ട് എഴുതി, ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് എൽ സി. അപ്പോൾ എഫ് നോട്ട് എന്താവും? എഫ് നോട്ട് ഇസ് ഈക്വൽ ടു ഈ 2 പൈ താഴേക്ക് വരും, 1 ബൈ 2 പൈ റൂട്ട് എൽ സി. ഇതാണ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. എഫ് നോട്ട് ഇസ് കോൾഡ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. മീൻസ് ഏത് പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണോ ഈ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി കിട്ടുന്നത്, ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇക്വേഷൻ പഠിച്ചു? എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആണ് റെസൊണൻറ്റ് കണ്ടീഷൻ. അപ്പോൾ ഇമ്പിഡൻസ് മിനിമം ആയിരിക്കും, കറണ്ട് മാക്സിമം ആയിരിക്കും. വി ബൈ സെഡിൽ സെഡിന് പകരം R വരുള്ളൂ. R എന്നുള്ളത് സെഡിൻ്റെ മിനിമം വാല്യൂ ആണ്. അപ്പോൾ കറണ്ട് മാക്സിമം ആയി. ഇനി എക്സ് എൽ ഈക്വൽ ടു എക്സ് സി എന്നുള്ള കണ്ടീഷനിൽ എക്സ് എല്ലിൻ്റെയും എക്സ് സിയുടെയും ഇക്വേഷൻ എന്താ നമ്മൾ എഴുതി? എക്സ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ നോട്ട് ഇൻറ്റു എൽ ആണ്. എക്സ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ ഒമേഗ സി ആണ്. അപ്പോൾ പെർട്ടിക്കുലർ കണ്ടീഷനിൽ ഒമേഗ എന്നുള്ളത് ഒമേഗ നോട്ട് ആണെന്ന് നമ്മൾ വിചാരിച്ചു. സോ ഒമേഗ നോട്ട് എൽ ഇസ് ഈക്വൽ ടു 1 ബൈ ഒമേഗ നോട്ട് സി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒമേഗ നോട്ട് സ്ക്വയർ എൽ ഇൻറ്റു സി ഇസ് ഈക്വൽ ടു 1. ഈ എൽ സിയെ താഴേക്ക് കൊണ്ടുപോയി ഒമേഗ നോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ബൈ എൽ സി. ഇതിൽ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഒമേഗ നോട്ട് ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് എൽ സി. അപ്പോൾ ഒമേഗയുടെ ഇക്വേഷൻ നമ്മൾ എഴുതി 2 പൈ എഫ് നോട്ട് ഇസ് ഈക്വൽ 2 പൈ എഫ് ആണ് ഒമേഗയുടെ ഇക്വേഷൻ. ഈ പെർട്ടിക്കുലർ കണ്ടീഷനിൽ റെസൊണൻസ് സംഭവിക്കുന്ന കണ്ടീഷനിൽ ഫ്രീക്വൻസി എഫ് നോട്ട് എന്ന് എടുത്തു കഴിഞ്ഞാൽ 2 പൈ എഫ് നോട്ട് ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് എൽ സി or f naught is equal to 1 by 2 pi root LC. So omega naught equal to 1 by root LC. F naught is equal to 1 by 2 pi root LC. F naught is called the resonant frequency. ഇനി ഈ കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു V by R ആണെന്ന് പറഞ്ഞു. ഇത് ഒമേഗ മാറുന്നതിനനുസരിച്ച് എക്സ് എല്ലും എക്സ് സിയും എങ്ങനെ വേരി ചെയ്യും? അപ്പോൾ കറണ്ടിന് എന്ത് വേരിയേഷൻ വരും എന്ന് നമുക്ക് നോക്കാം. നമ്മൾ എക്സ് ആക്സിസിൽ വി ആർ ഗോയിങ് ടു ടേക്ക് ഒമേഗ. ഒമേഗ എന്ന് പറയുമ്പോൾ 2 പൈ എഫ് അല്ലേ? 2 പൈ എഫ് മാറ്റുന്നിടത്ത് കറണ്ട് എങ്ങനെ മാറും? ഒമേഗ മാറ്റിക്കഴിഞ്ഞാൽ ഒമേഗ നോട്ട് എത്തുമ്പോഴാണ് നമ്മൾ പറഞ്ഞു കറണ്ട് മാക്സിമം വരുന്നത്. അപ്പോൾ അതിൻ്റെ വേവ് ഫോം നമ്മൾ ഒമേഗയ്ക്ക് അനുസരിച്ച് വരച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ വേവ് ഫോം ലൈക്ക് ദിസ്. ഇത് ഏറ്റവും കറണ്ട് മാക്സിമം വരുന്ന പോയിൻ്റ് ഏതാണ്? ഇറ്റ് ഈസ് കോൾഡ് ദ റെസൊണൻറ്റ് ഫ്രീക്വൻസി കണ്ടീഷൻ. അപ്പോൾ ഇത് ഒമേഗ നോട്ട് എന്നുള്ള കണ്ടീഷനാണ്. ഇനി ഈ മാക്സിമം കറണ്ട് ഏതാണ്? ഈ പീക്ക് വരുന്ന കറണ്ട്, ഇത് ഐയുടെ വേരിയേഷൻ എടുത്തു കഴിഞ്ഞാൽ ദിസ് കറണ്ട് ഇസ് എ മാക്സിമം കറണ്ട്, മാക്സിമം വരുന്നത്. ഇതിൻ്റെ ബൈ റൂട്ടും എടുക്കുക. വി വിൽ ടേക്ക് എ കണ്ടീഷൻ ഐ എം നമുക്ക് എന്ത് കിട്ടിയോ അത് ബൈ റൂട്ടു. ബൈ റൂട്ടു എന്ന് പറയുമ്പോൾ റൂട്ടുവിൻ്റെ വാല്യൂ 0.707 ആണ്. അപ്പോൾ ഏകദേശം ഈ പോയിന്റിൽ വരും. ദിസ് ഇസ് ഐ എം ബൈ റൂട്ടു. മീൻസ് ഐ എം എന്നുള്ളത് 10 ആംപിയർ കിട്ടിക്കഴിഞ്ഞാൽ 10 ബൈ റൂട്ടു എന്ത് കിട്ടുന്നോ ആ പോയിന്റിൽ നമ്മൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് അത് ഈ ഗ്രാഫിൽ 2 പോയിന്റിൽ ടച്ച് ചെയ്യും. ആ 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്ന 2 പോയിന്റ് ഇത് ആക്ച്വലി സിമെട്രിക് ആയിരിക്കണം കേട്ടോ വരച്ചത്. എന്നാലേ ഞാൻ ഈ സൈഡ് ഇത്തിരി ചെരിഞ്ഞ് പോയി തോന്നും. ഷുഡ് ബി ലൈക്ക് ദിസ്. അപ്പോഴേ ഇതിവിടെ മുട്ടുള്ളൂ. ദിസ് വിൽ ബി ഹിയർ. ഈ പോയിന്റും ഈ പോയിന്റും. ലെറ്റ് ദിസ് ബി ഒമേഗ 1 ആൻഡ് ലെറ്റ് ദിസ് ബി ഒമേഗ 2. ഇനി ഇത് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് റെസിസ്റ്ററിന് വരച്ചു. സേ R is equal to 100 ohm. സപ്പോസ് R is equal to 200 ohm ആണ് സർക്യൂട്ടിലെങ്കിൽ ഇമ്പിഡൻസ് ഈ കർവ് എങ്ങനെ വരും? കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. I is equal to V by Z ആണ്. സെഡിൻ്റെ കണ്ടീഷൻ റെസൊണൻസിൽ R ആണ്. അപ്പോൾ V by R എന്ന് വരും.
100 ഓമിന് ഇതാണ് കറണ്ടെങ്കിൽ 200 ഓമിന് കറണ്ട് എന്തായിരിക്കും? കറണ്ടിൻ്റെ വാല്യൂ കുറയും അല്ലേ? 100 ആകുമ്പോൾ ഇതാണ് കിട്ടിയെങ്കിൽ 200 ആണെങ്കിൽ ഈ ഷേപ്പിലുള്ള കർവ് തന്നെ ആയിരിക്കും, പക്ഷേ ഇതിന് ആംപ്ലിറ്റ്യൂഡ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന കർവ് ഏകദേശം എന്താ ഇങ്ങനെ ഉണ്ടാവും. ഇതേ കർവ് തന്നെ കുറച്ച് ആംപ്ലിറ്റ്യൂഡ് കുറയും. സോ ദിസ് ഈസ് ഫോർ R is equal to 200. ഇനി നമ്മൾ പറഞ്ഞു ഈ മാക്സിമം വാല്യൂവിനെ ഫസ്റ്റ് കർവിൽ Im/√2 എടുത്തു. അത് ഫസ്റ്റ് ഗ്രാഫിൽ മുട്ടുന്ന 2 പോയിൻറ്റ്സ് എടുത്തു. ആ 2 പോയിൻറ്റ് സെൻറ്റർ പോയിൻറ്റ് ω0 ഇപ്പുറത്ത് ω1 കിട്ടി, ഇപ്പുറത്ത് ω2 കിട്ടി. അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ആക്ച്വലി അത് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഡിഫറൻസ് ഈസ് കോൾഡ് ഡെൽറ്റ ഒമേഗ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഗ്യാപ്പിന് പറയുന്ന ദിസ് ഇസ് കോൾഡ് ബാൻഡ് വിഡ്ത്ത് എന്നാണ് പറയുന്നത്. ω1 ω2 തമ്മിലുള്ള ഗ്യാപ്പിന് പറയുന്ന പേരാണ് ബാൻഡ് വിഡ്ത്ത്. ഇസ് ω1 മൈനസ് ω2 ഇസ് ഈക്വൽ ടു 2 ഡെൽറ്റ ഒമേഗ അല്ലേ? ഇവിടം തൊട്ട് ഇവിടം വരെ ആകുമ്പോൾ 2 ഡെൽറ്റ ഒമേഗ എന്ന് വരും. ഇതാണ് ബാൻഡ് വിഡ്ത്ത് ഒരു ടേം. ഇനി സെക്കൻഡ് ടേം ഷാർപ്നെസ് ഓഫ് റെസൊണൻസ്. ഷാർപ്നെസ്, ഈ ഷാർപ്പ് എത്ര ഷാർപ്പായിട്ട് വരുന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫാക്ട്. മീൻസ് എത്രയും ഷാർപ്പായിട്ട് കിട്ടിയോ അത്രയും ആംപ്ലിറ്റ്യൂഡ് കൂടും, ആംപ്ലിറ്റ്യൂഡ് കറക്റ്റായിരിക്കും, ബാൻഡ് വിഡ്ത്ത് ഒത്തിരി കുറയും. അപ്പോൾ ആ ഷാർപ്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫാക്ടറാണ് ω0/2 ഡെൽറ്റ ഒമേഗ. ω0/2 ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്നത് ഈ ബാൻഡ് വിഡ്ത്ത്. ω0 ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന സാധനമാണ് ഷാർപ്നെസ് ഓഫ് റെസൊണൻസ്, ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ക്വാളിറ്റി ഫാക്ടർ. ക്വാളിറ്റി ഫാക്ടർ അല്ലെങ്കിൽ ക്യൂ ഫാക്ടർ എന്നൊക്കെ പറയും. ക്യൂ ഫാക്ടർ. അപ്പോൾ ക്യൂ ഫാക്ടർ എന്നുള്ളത് ഇറ്റ് ഈസ് ω0 ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ എങ്ങനെയാണ് ഈ ബാൻഡ് വിഡ്ത്ത് എടുത്തത്? നമുക്ക് കർവ് കിട്ടിക്കഴിഞ്ഞാൽ ആ കർവിൻ്റെ മാക്സിമം വാല്യൂ എന്താണോ അത് √2 എടുത്തിട്ട് അത് ഗ്രാഫിൽ മുട്ടുന്ന 2 പോയിൻറ്റ്സ്. ദാറ്റ് കറസ്പോണ്ട്സ് ടു ω1 ആൻഡ് ω2. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റെസൊണൻസിൽ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? റെസൊണൻസ് കണ്ടീഷൻ മീൻസ് XL is equal to XC ആണ് റെസൊണൻസ് കണ്ടീഷൻ. അപ്പോൾ Z is equal to √R² plus XL minus XC ഹോൾ സ്ക്വയറിൽ XL XCയും ക്യാൻസലായി പോവും. അപ്പോൾ Z is equal to R എന്ന് കിട്ടും. അപ്പോൾ Z എന്നുള്ളത് മിനിമം ആയിരിക്കും. ദെൻ കറണ്ട് എന്നുള്ളത് V/Z എന്ന് പറയുമ്പോൾ V/R കറണ്ട് മാക്സിമം ആയിരിക്കും. ആൻഡ് ആ കണ്ടീഷനിലുള്ള ഒമേഗ എന്നുള്ളത് 1/√LC. എല്ലിൻ്റെയും വാല്യൂ സിയുടെയും വാല്യൂ എന്താണോ അതിൻ്റെ സ്ക്വയർ റൂട്ട് 1/√LC ആയിരിക്കും ω0. ആൻഡ് F0 ആ റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്നുള്ളത് 1/2π√LC ആയിരിക്കും. ഇനി ആ ഗ്രാഫ് നമ്മൾ വേരിയേഷൻ ഓഫ് ഒമേഗ മാറ്റിക്കഴിഞ്ഞാൽ ഒമേഗയുടെ വാല്യൂ നമ്മൾ ഓരോ വാല്യൂ ഒമേഗ എങ്ങനെ കാണുക? ഒമേഗ നമ്മുടെ സപ്ലൈ ഫ്രീക്വൻസി ആണെങ്കിൽ ഫ്രീക്വൻസി എന്നുള്ളത് 50 ഹെർട്സ് ആണ്. അപ്പോൾ ഒമേഗയുടെ വാല്യൂ എന്താവും? 2 × 3.14 × 50. 2ഉം 50 മൾട്ടിപ്ലൈ ചെയ്താൽ 100 ആണ്. 3.14 × 100 എന്ന് പറയുമ്പോൾ 314 ആണ് സാധാരണ സപ്ലൈ ഫ്രീക്വൻസി. 50ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒമേഗ. ഇനി നമ്മൾ ഈ ഫ്രീക്വൻസി മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒമേഗയുടെ വാല്യൂ മാറും. ആ ഒമേഗ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിലാണ് XL = XC കിട്ടുക അല്ലേ? XLൻ്റെ എന്നുള്ളത് XL = ഒമേഗ × CL XC എന്നുള്ളത് 1/ω × C ആണ്. അപ്പോൾ ഈ ഒമേഗ മാറുന്നതിനനുസരിച്ച് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി മാറുമ്പോൾ ഒമേഗ മാറും. ഒമേഗ മാറുമ്പോൾ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ XLഉം XC എത്തും. അപ്പോഴാണ് ഈ കറണ്ട് മാക്സിമം വരുന്നത്. അപ്പോൾ ആ വേരിയേഷൻ ഓഫ് ഒമേഗ X ആക്സിസിലും കറണ്ടിൻ്റെ വേരിയേഷൻ Y ആക്സിസിലും വരച്ചാൽ കിട്ടുന്ന ഗ്രാഫാണിത്. വേരിയേഷൻ ഓഫ് കറണ്ട് വിത്ത് ഒമേഗ. അപ്പോൾ അതിൽ മാക്സിമം കിട്ടുന്ന കണ്ടീഷൻ കറസ്പോണ്ട്സ് ടു ദ റെസൊണൻറ്റ് കണ്ടീഷൻ ω0. ഇനി ആ മാക്സിമം കറണ്ടിൻ്റെ √2 എടുത്തിട്ട് നമ്മൾ ഗ്രാഫിലേക്ക് ലൈൻ വരച്ചു. ആ കിട്ടുന്ന 2 പോയിൻറ്റ്സ് കറസ്പോണ്ട്സ് ടു ω1 ആൻഡ് ω2. ആ ഡിഫറൻസിന് പറയുന്ന പേരാണ് ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റ ഒമേഗ വേരിയേഷൻ. രണ്ട് കേസിലും ഡെൽറ്റ ഒമേഗ എടുത്തു കഴിഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് എന്നുള്ളത് 2 ഡെൽറ്റ ഒമേഗ കിട്ടും. ഇനി
ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ് ഓർ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒമേഗ നോട്ട് ബൈ ബാൻഡ് വിഡ്ത്ത് എന്നുള്ളത് 2 ഡെൽറ്റ ഒമേഗ കിട്ടി. അപ്പോൾ ഒമേഗ നോട്ട് ബൈ 2 ഡെൽറ്റ ഒമേഗയാണ് ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ് ഓർ ക്വാളിറ്റി ഫാക്ടർ ഓർ ക്യൂ ഫാക്ടർ. റെസൊണൻസ് സർക്യൂട്ടിൻ്റെ RLC സർക്യൂട്ടിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് മെയിൻലിയായിട്ട് പഠിക്കേണ്ടത്. ഇനി ഇതെങ്ങനെ ഈ ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ ഒരു ഡെറിവേഷൻ ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.